ഗോത്ര വിഭവ വിദഗ്ധയും തന്റെ തനതായ പാചക ശൈലിയും ദീർഘകാലത്തെ അനുഭവ പരിചയവും കൊണ്ട് വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വം ശ്രീമതി സുലോചന കാണിയെ ഗതാഗതം തിരക്കഥാകൃത്തും കേരള സാഹിത്യ അക്കാദമി ഗീതാഹരണ്യൻ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച ശ്രീമതി ഇന്ദുമേനോനെയും ഏറെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെഷന്റെ ദൈർഘ്യം 45 മിനിറ്റാണ്. ശേഷമുള്ള 15 മിനിറ്റ് ചോദ്യോത്തര വേളയാണ്. നന്ദി. ഇത് നമ്മളൊരു സ്റ്റേപ്പിൾ ഫുഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. സുലോചനയുടെ ട്രൈബ് എന്ന് പറയുന്നത് കാണി ട്രൈബാണ്. കാണി ട്രൈബ് എന്താണ് ഒനിറോജിൻ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഉറക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളെല്ലാം ഒനിറോജിൻ കാറ്റഗറി മെഡിസിൻ എന്നാണ് പറയുക. അപ്പം ഇതൊരു മിസ്റ്റിക് ഡ്രഗ് ആണെങ്കിലും കാണി ട്രൈബ് ഇതിനെ ഉപയോഗിക്കുന്നത് സ്റ്റേപ്പിൾ ഫുഡായിട്ടാണ്. പ്രത്യേകിച്ച് പഞ്ഞ കാലങ്ങളിൽ ഇതിൻ്റെ നട്ട് ഒന്ന് പരിശോധിച്ച് നോക്കൂ. അത് മലക്കുറുബ ഷാമാന്മാര് നല്ല അടിപൊളിയായിട്ട് അവരൊരു മത്തിയുണ്ടാക്കുന്നത്. അത് നിഴല് വള്ളി എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ ഗൂഗിളിൽ നോക്കുമ്പോൾ അത് അയാഹുവാസ്കറിനെ കാണിക്കുന്നത്. ഇവിടുത്തെ സത്യപ്രവർത്തനത്തിൽ അയാഹുവാസ്ക ഉണ്ടോന്ന് ബോട്ടാനിസ്റ്റുകൾക്ക് അറിയില്ല. മരിച്ചവരുടെ വള്ളി എന്നാണ് അർത്ഥം. അപ്പം നിഴല് വള്ളി എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. അല്ല, കോടതി വളരെ കൃത്യമായിട്ട് കോടതിയുടെ വിധിയുണ്ട്. ഇത് ഭയങ്കര ആന്റിവൈറലാണ്. വയറിന് അസുഖമുണ്ടായി കഴിഞ്ഞാൽ അതിന് ഭയങ്കര നന്നായി ഉപയോഗിക്കുന്നതാണ്. പിന്നെ അതുപോലെ അനവധി ഇൻഫെർട്ടിലിറ്റിക്ക് മെഡിസിൻ ആയിട്ട് ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് അതിന് സയന്റിഫിക്കലി പ്രൂവ് ആണ്. യു ക്യാൻ ഗൂഗിളിൽ ചെക്ക് ചെയ്തിട്ട് ചെയ്യുന്നത്. പായസം വേണ്ട ഹരിക്ക് എവിടെ ഹരി വരൂ, ഓടി രക്ഷപ്പെടുന്ന ഹരി വരൂ. ഇനി ചോദ്യമൊന്നുമില്ലേ? ഞാൻ പായസം കുടിക്കാൻ പോയിരുന്നു. സുലോചന ഒരു പായസം ഹരിച്ചാണ്. ബാംഗ്ലൂരിലെ മാഹൂഗാറ്റിൻ്റെ അവിടെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ പ്രസിദ്ധീകരണം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥാപനത്തിൻ്റെ സിസാന്ന് പറയും, അവരിലാണ് പോയത്. അപ്പോൾ ഈ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ മൊത്തത്തിലുള്ള ഈ നാശം ഉണ്ടാകുകയാണെങ്കിൽ